സോഷ്യൽ മീഡിയയിൽ എല്ലാം റെഡ് ആർമിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. CPM ബ്രാഞ്ച് സമ്മേളനത്തിലും ഇത് പ്രതിഫലിക്കുന്നുമുണ്ട്. പി ജയരാജന്റെ അനുയായികൾ ഉണ്ടാക്കിയ PJ ആർമി എന്ന സമൂഹമാധ്യമ കൂട്ടായ്മയാണ് പേരുമാറ്റി റെഡ് ആർമി എന്നാക്കിയത്. പി ജയരാജനെതിരായ വ്യക്തിപൂജ വിവാദത്തിലെ അന്വേഷണം CPM അവസാനിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു PJ ആർമിയുടെ പേരുമാറ്റം. 2019 പി ജയരാജനെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയത് വ്യക്തിപൂജാ വിവാദത്തിന്റെ പേരിലാണ്. 2019 മെയ് 10-നാണ് പേജ് രൂപീകരിച്ചത്. വോട്ട് ഫോർ PJ എന്ന പേരിലായിരുന്നു ജയരാജൻ ഫാൻസുകാർ ചേർന്ന് പേജ് ഉണ്ടാക്കിയത്. എന്നാൽ ഇത് മാത്രമല്ല പുറത്താക്കലിന് കാരണമായത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ റെഡ് ആർമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പി ജയരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. റെഡ് ആർമിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പി ജയരാജൻ പ്രതികരിച്ചത്. റെഡ് ആർമി തന്റെ പേരുമായി ബന്ധപ്പെടുത്താൻ ഗൂഢശ്രമം നടക്കുന്നു, വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണ്, അവരുടെ ലക്ഷ്യം പാർട്ടി സമ്മേളനമാണ് എന്നിങ്ങനെയാണ് പി ജയരാജൻ പ്രതികരിച്ചത്. എനിക്ക് ഈ റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഏതൊരു പത്രം അങ്ങനെ എഴുതി കണ്ടു. എനിക്ക് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ നേരത്തെ ഉണ്ടായിരുന്നു PJ ആർമി. അപ്പോൾ PJ ആർമിയും ഞാനും തമ്മിലുള്ള ബന്ധം ഇല്ല എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തല്ലോ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നു. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയിട്ടേ ഉള്ളൂ. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. അല്ല, പോലീസ് സേനയെ സംബന്ധിച്ച് ചില പരാതികൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അത് സംബന്ധിച്ച് ഭരണ നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് സമൂഹം അംഗീകരിക്കേണ്ടത്. അൻവറിന്റെ പിന്നിൽ കോഴിക്കോട് കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു ലോബി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ പല മാധ്യമ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് CPIM എന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കരുത്തിനെ ശരിയായി മനസ്സിലാക്കാതെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി അനുഭാവികൾക്കിടയിലും മറ്റും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. പെയ്ഡ് ന്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തകളോടെല്ലാം ഓരോന്നിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഞാൻ പറഞ്ഞു, പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. അതേസമയം റെഡ് ആർമി അഡ്മിൻ മറനീക്കി പുറത്തു വരണമെന്ന് മുതിർന്ന CPM നേതാവായ പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് ആവശ്യപ്പെട്ടു. ഒരു ഘട്ടത്തിൽ പോലും താൻ അതിന്റെ അഡ്മിൻ ആയിട്ടില്ലെന്നും അഡ്മിൻ ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നും ജെയിൻ രാജ് പറഞ്ഞു. പി ജയരാജൻ റെഡ് ആർമിയെ തള്ളി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മകന്റെ അഭ്യർത്ഥന. മുൻപൊരിക്കൽ പോരാളി ഷാജി, റെഡ് ആർമി, ചെങ്കതിർ, ചെങ്കോട്ട തുടങ്ങിയ ഇടതനുകൂല സൈബർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് പി ജയരാജന്റെ മകൻ ജെയിൻ രാജാണെന്ന് മുൻ DYFI നേതാവായ മനു തോമസ് ആരോപിച്ചിരുന്നു. എന്തായാലും പി ജയരാജനെതിരെ വ്യക്തിപൂജ ആരോപണം ഉന്നയിച്ചവരുടെ ആയുധമായിരുന്ന സമൂഹമാധ്യമ കൂട്ടായ്മയായ റെഡ് ആർമി വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ റെഡ് ആർമി രംഗത്തെത്തിയിരുന്നു.
ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു റെഡ് ആർമിയുടെ വിമർശനം.